ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വാദം കേൾക്കാനായി മാറ്റി. കേസ് ഗുരുതര സ്വഭാവമുള്ളതിനാൽ വാദം കേൾക്കണമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പത്മകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകാനുള്ള. ലിഡിയ, പത്മകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. പക്ഷേ ഹൈക്കോടതി പെട്ടെന്ന് അങ്ങ് ജാമ്യം കൊടുക്കാനോ അല്ലെങ്കിൽ അത് പരിഗണിക്കാനോ തയ്യാറല്ല. വാദം കേട്ടേ അടങ്ങൂ എന്നുള്ളതാണ്. നഫൽ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ഈ ശബരിമല ക്ഷേത്രത്തിലെ കട്ടിളപ്പാളിയുടെ സ്വർണം അപഹരിച്ച കേസിലാണ് ഇത്തരത്തിൽ പത്മകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുൻപ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ ഈ ജാമ്യം നൽകി പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കാനും ഒപ്പം സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഉന്നയിച്ചത്. അത്തരത്തിലുള്ള വാദം തന്നെ ആയിരിക്കും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിലും ഉന്നയിക്കാൻ സാധ്യത. കഴിഞ്ഞ ദിവസം എൻ വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷകളുടെ വാദം ഹൈക്കോടതി കേട്ടിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും ഹൈക്കോടതിയിൽ വന്നിരിക്കുകയാണ്. അതിൽ കോടതി വിശദമായിട്ടുള്ള വാദം കേൾക്കും. കേസ് ഗുരുതര സ്വഭാവമുള്ളതിനാൽ വിശദമായിട്ടുള്ള വാദം കേൾക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്.